നമ്മുടെ അഭിമാന താരത്തെ കാണാനില്ല. പ്രജകൾക്ക് വേണ്ടി കരഞ്ഞ ചെങ്ങന്നൂരിന്റെ അഭിമാന താരമേ കാണാനില്ല. ഇറ്റ് ഈസ് റിയലി റിമാർക്കബിൾ. താങ്ക് യു വെരി മച്ച്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ഏതായാലും ഇത്രയും മനുഷ്യർ കിടന്ന് ആവലാതി കാണിക്കുകയല്ലേ എന്ന് കരുതി ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയതാ. കിട്ടി, ഫ്രാൻസിൽ നിന്ന് കിട്ടി. ഫ്രാൻസിൽ എന്നാ വിശേഷം? അതൊക്കെ എന്തിനാ താൻ അറിയണേ? തനിക്ക് ആളെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ ആളെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ആയിക്കോട്ടെ. ആകപ്പാട് ഇനി ഒരു 10-15 മീൻ അറബിക്കടലിൽ മിച്ചമുള്ളതാണ് നമ്മുടെ ലോകത്തിന്റെ ആകെയുള്ള മത്സ്യസമ്പത്ത്. അതിനെ സംരക്ഷിക്കാൻ ഇനി സജിയച്ചായനെ കൊണ്ടേ കഴിയൂ. നമ്മളെ കൊണ്ട് പറ്റുമൊന്നുകൂടെ ഇത്ര ഉള്ളതിനെ പിടിച്ചു നിർത്താൻ ഇനി എന്ത് ചെയ്യണം ലോകരാജ്യങ്ങൾ എന്നൊക്കെ പ്രസംഗിച്ചിട്ട് വേണം ബാക്കിയുള്ള ആളുകൾക്ക് അത് കേട്ട് പ്രവർത്തിക്കാൻ. ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇട്ടിരുന്ന വെള്ള ഷർട്ടിന്റെ അടിയിലോട്ടൊരു പാന്റും വലിച്ചു കയറ്റി 2 ഷൂവും കാലിലും എടുത്തിട്ട് അച്ചായൻ അങ്ങ് ഇറങ്ങിയെന്ന്. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. ഇവരിപ്പോ തള്ളി മറിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പോകുന്നതൊക്കെ അവരാണ് അതിന്റെ പൈസ ചെലവ് മുടക്കുന്നത്. അതെ, നീയാണോ? അതെ, ഞാനാണ്. ചെലവെല്ലാം വഹിക്കുന്നത് ഈ സംഘടനകളാണ്. അതായത് സ്വന്തം കീശയിൽ കാശ് മുടക്കിയാണ് പോകേണ്ടത്. ശമ്പളത്തിൽ നല്ലല്ലോ ഏതായാലും പോകുന്നത്. 90-ാം വയസ്സിൽ പെൻഷൻ വാങ്ങിക്കുന്ന പെറ്റ തള്ളയുടെ അടുത്ത് കണ്ണുകടി കാണിക്കുന്ന ആള് സ്വന്തം കീശയിൽ കാശ് മുടക്കി പോവോ? അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് ഏതെങ്കിലും ഒരു സെമിനാറിനോ കോൺഫറൻസിനോ പോയി അതിൽ പങ്കെടുത്തിട്ട് ഇന്ന് വരെ കേരളത്തിലെ ജനങ്ങൾക്ക് 10 പൈസയുടെ നേട്ടം ഉണ്ടായിട്ടുണ്ടോ? പൊട്ടുന്ന ലോക പൊട്ടനാണ്. പൊട്ടുന്ന ലോക പൊട്ടൻ. പറ്റുന്ന പോലെ പണിയെടുത്താ പോരെ അങ്കിള്? ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ നിങ്ങളുടെ വിദേശ പര്യടനം സഹായിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ പണി പറ്റില്ല. ഞാൻ പോവട്ടെ. എനിക്ക് ധൃതിയില്ല. എനിക്ക് ധൃതിയുണ്ടതാ.